അസ്സലാമു അലൈക്കും. ഇന്ന് മലയാളം അക്ഷരങ്ങളിലെ, അതായത് സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമായ ആ എന്ന അക്ഷരമാണ് കേട്ടോ നമ്മളിന്ന് പഠിക്കുന്നത്. ആ എന്ന അക്ഷരം കൊണ്ട് നിങ്ങൾക്ക് എന്തെല്ലാം വാക്കുകൾ അറിയാം? അച്ഛൻ, അമ്മ, പിന്നെന്തൊക്കെയാ? അരി, അലമാര, അല്ലേ, അണ്ണാൻ, അരണ, ഇതുപോലുള്ള ഒരുപാട് വാക്കുകൾ ആ വെച്ചിട്ട് നമുക്കറിയാം അല്ലേ. അപ്പോൾ ഇതൊക്കെ എങ്ങനെ എഴുതുന്നത് എന്ന് നമുക്ക് നോക്കിയാലോ. അപ്പോൾ മലയാളം സ്വരാക്ഷരങ്ങളിലെ ആദ്യത്തെ അക്ഷരമാണ് ആ. ഇത് ഏതക്ഷരമാണ്? ആ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാരാണ്? ഇതാണ് അമ്മ. എന്താണ്? അമ്മ. അപ്പൊ നമുക്ക് അമ്മ എന്ന് എഴുതുന്നത് എങ്ങനെയെന്ന് നോക്കിയാലോ. കണ്ടോ? ആ മ്മ. എന്താ വായിക്ക? അമ്മ. ഈ ആദ്യത്തെ മലയാള അക്ഷരം ഏതാണ്? ആ എന്ന അക്ഷരം. ഏതാണ്? ആ എന്ന അക്ഷരം. ആ, അമ്മ. ഇതാരാണ്? അമ്മ. ആ മ. എന്താ വായിക്ക? അമ്മ. എല്ലാരും എൻ്റെ കൂടെ വായിച്ചേ. അമ്മ. ആ, അമ്മ. ഈ എഴുതിയതിലെ ആദ്യത്തെ അക്ഷരം ആ എന്നാണ് അല്ലേ. ഇനി നമുക്ക് അടുത്ത വാക്ക് നോക്കിയാലോ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാരാണ്? അച്ഛൻ. ആരാണ്? അച്ഛൻ. അച്ഛൻ എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാലോ. ഇതേതാണ് അക്ഷരം? ആ എന്ന അക്ഷരം. ഇപ്പൊ എന്താ വായിക്ക? അച്ഛൻ. ആ ച അച്ഛൻ. എന്താ വായിക്ക? അച്ഛൻ. ഇതെന്താ വായിക്ക? അച്ഛൻ. ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പോ അച്ഛൻ എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. എന്താണ്? ആ. അച്ഛൻ. എന്താ വായിക്ക? അച്ഛൻ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്തിന്റെ ചിത്രമാണ്? ഇതൊരു അണ്ണാനാണല്ലേ. ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. എന്താണ്? ആ. അണ്ണാൻ എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. നാ എന്നായിട്ടോ. അണ്ണാ. എന്താ വായിക്ക? അണ്ണാൻ. എന്താ വായിക്ക? അണ്ണാൻ. അണ്ണാൻ എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ആ. എന്താണ്? ആ. ആ അണ്ണാൻ. എന്താ വായിക്ക? ആ അണ്ണാൻ. കണ്ടോ എന്തൊരു ഭംഗിയാ അണ്ണാനെ കാണാന്. ചിരിച്ച മുഖത്തോട് കയ്യില് ഒരു ആപ്പിളൊക്കെ പിടിച്ചിട്ടില്ലേ. അണ്ണാൻ. അപ്പൊ അണ്ണാന്റെ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. എന്താണ്? ആ. ആ അണ്ണാൻ. അണ്ണാനെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ല്ലേ, മരത്തിലൂടെ ചിൽ 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 എന്ന് പറഞ്ഞ് ഓടി ചാടി നടക്കൂലേ. നല്ല പഴുത്ത മാമ്പഴമൊക്കെ തിന്നില്ലേ. നമ്മുടെ വീടിന് പുറത്ത് മരത്തിലൊക്കെ ഇങ്ങനെ ഓടി ചാടി കളിച്ച് നടക്കുന്നുണ്ടാവൂലേ. ആര്? അണ്ണാൻ. അപ്പൊ അണ്ണാൻ എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. എന്താണ്? ആ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്ത് ജീവിയാ? ഇതാണ് അരണ. എന്താണ്? അരണ. അരണയെ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ടോ? നമ്മളെ വീട്ടുമുറ്റത്തൊക്കെ ഉണ്ടാവൂലേ. മതിലിലൊക്കെ ഇങ്ങനെ അരണ എഴഞ്ഞു നടക്കുന്നുണ്ടാവൂലേ. എന്താണ്? അരണ. ഇങ്ങോട്ട് നോക്കിക്കേ, അരണ എന്ന് എഴുതുമ്പോ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ. ഏതാണ്? ആ. ര ണ. എന്താ വായിക്ക? അരണ. ഇതെന്താ വായിക്ക? അരണ. ആ അരണ. ആ അരണ. അപ്പൊ ഇത് ഏതക്ഷരമാണ്? ആ എന്ന അക്ഷരം. ഏതാണ്? ആ എന്ന അക്ഷരം കേട്ടോ. എന്താ വായിക്ക? അരണ. ആ അരണ. ആ ര ണ.
അരണ. എന്താ വായിക്ക? അരണ, അരണ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താ? ഇതാണ് അരി. എന്താണ്? അരി. അരി എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ എന്ന അക്ഷരം അല്ലേ? ഇനി രാക്കൊരു വള്ളിട്ട് കൊടുത്താൽ രി എന്ന് വായിക്കും. ഇപ്പൊ എന്താ വായിക്ക? അരി. അരി കൊണ്ടാണല്ലേ നമ്മൾ ചോറുണ്ടാക്കുന്നത്. ഉച്ചക്കും രാത്രിയൊക്കെ ഭക്ഷണം കഴിക്കാറില്ലേ? ചോറ്. ചോറ് എന്തുകൊണ്ട് ഉണ്ടാക്കുന്നതാ? ഈ അരി കൊണ്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. ഇതെന്താ വായിക്ക? അരി. അരി. ഇങ്ങോട്ട് നോക്കിക്കേ, ഈ പാത്രത്തിൽ ഇപ്പൊ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല അല്ലേ? അപ്പൊ ഞാനൊരു സാധനം ഇതിക്ക് വെക്കാൻ പോവാണ്. ഇതെന്താ? അപ്പം. എന്താണ്? അപ്പം. എന്തപ്പമാണിത്? നെയ്യപ്പം അല്ലേ? അപ്പം. എന്തൊക്കെ അപ്പങ്ങളുണ്ട്? നെയ്യപ്പമുണ്ട്, ഉണ്ണിയപ്പമുണ്ട്, കലത്തപ്പമുണ്ട്, വെള്ളപ്പമുണ്ട്. അങ്ങനെ പലതരത്തിലുള്ള അപ്പങ്ങളുണ്ട് അല്ലേ? ഇതെന്തപ്പമാണ്? നെയ്യപ്പം അല്ലേ? അപ്പം അപ്പം എന്ന് എഴുതുമ്പോൾ ആദ്യത്തെ അക്ഷരം ഏതാണ്? ആ എന്ന അക്ഷരമാണ് കേട്ടോ. അപ്പൊ നമുക്ക് അപ്പം എന്ന് എങ്ങനെ എഴുതുന്നതെന്ന് നോക്കിയാലോ? ഇങ്ങോട്ട് നോക്കിക്കേ. അപ്പം. എന്താ വായിക്ക? അപ്പം. എന്താണ്? അപ്പം. അപ്പം. അപ്പം എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ്? എന്താണ്? ഇതെന്താ വായിക്ക? അപ്പം. എന്താ വായിക്ക? അപ്പം. അപ്പം. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്തിന്റെ ചിത്രമാണ്? ഇതാണ് അലമാര. എന്താണ്? അലമാര. അലമാര എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ല മാ ര. ഇതെന്താ വായിക്ക? അലമാര. എന്താ വായിക്ക? അലമാര. എന്താ വായിക്ക? അലമാര. അലമാര എന്ന് എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ്? എന്ന അക്ഷരം. ഏതാണ്? ഏതാണ്? അലമാര. എന്താ വായിക്ക? അലമാര. എന്താ വായിക്ക? അലമാര. അപ്പൊ നമ്മള് എന്ന അക്ഷരം കൊണ്ട് ഒരുപാട് വാക്കുകൾ പഠിച്ചു അല്ലേ? ഏതൊക്കെയാണ് നമ്മൾ എന്ന അക്ഷരം കൊണ്ട് പഠിച്ച വാക്കുകൾ? അമ്മ അല്ലേ? പിന്നെയോ അച്ഛൻ, അരണ, അണ്ണാൻ, പിന്നെയോ അലമാര. പിന്നെ എന്താ നമ്മൾ പഠിച്ചത്? അരി അല്ലേ? അരി എന്ന് എഴുതുമ്പോഴും ഏതാണ് ആദ്യത്തെ അക്ഷരം? എന്ന അക്ഷരം. പിന്നെ ഒന്നും കൂടി പഠിച്ചു. ഏതാണ്? അപ്പം. കണ്ടോ? അപ്പം. അമ്മ, അച്ഛൻ, അരണ, അലമാര, അണ്ണാൻ, അപ്പം, അരി. ഇതൊക്കെ എഴുതുമ്പോഴും ആദ്യത്തെ അക്ഷരം ഏതാണ്? എന്ന അക്ഷരം. ഏതാണ്? അപ്പൊ നമ്മള് ഇന്ന് കൊണ്ട് ഒരുപാട് വാക്കുകൾ പഠിച്ചു അല്ലേ? അപ്പൊ നിങ്ങൾ എന്ന അക്ഷരം പഠിച്ചിട്ടുണ്ടോന്ന് ഞാനൊന്ന് നോക്കട്ടെ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇവിടെ ഒരുപാട് അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അല്ലേ? അപ്പൊ നമ്മൾ കൊണ്ട് ഒരുപാട് വാക്കുകൾ പഠിച്ചില്ലേ? അപ്പൊ നിങ്ങൾ അതിൽ നിന്ന് ഏതാണെന്ന് മനസ്സിലാക്കിയോന്ന് ഞാൻ നോക്കണ്ടേ? ഞാൻ ചോദിക്കുമ്പോൾ എന്ന അക്ഷരം ഏതാണെന്ന് നിങ്ങൾ പറയണം. ഓക്കെ? ഇത് എന്നുള്ള അക്ഷരമാണോ? അല്ല, ഇത് മലയാള അക്ഷരമാലയിലെ എന്ന അക്ഷരമാണ് കേട്ടോ. ഏതാണ്? ഇത് എന്ന അക്ഷരമാണോ? ആണോ? ഇത് നമ്മൾ ഇന്ന് പഠിച്ച എന്ന അക്ഷരമാണോ? അതെ, ഇത് എന്ന അക്ഷരമാണ്. എന്ന അക്ഷരം ഇവിടെ നിൽക്കട്ടെ കേട്ടോ. അടുത്തത് ഇത് എന്ന അക്ഷരമാണോ? ആണോ? അല്ല, ഇത് മലയാള അക്ഷരമാലയിലെ ഈ എന്ന അക്ഷരമാണ്. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇത് എന്ന അക്ഷരമാണോ?
ആണോ? അല്ല, ഇത് ഉ എന്ന അക്ഷരമാണ്. ഇത് ആ എന്ന അക്ഷരമാണോ? ആണോ? അതെ, ഇത് നമ്മൾ ഇന്ന് പഠിച്ച ആ എന്ന അക്ഷരമാണ് അല്ലേ? അത് നമുക്ക് ഇവിടെ വെക്കാട്ടോ. ഇനി ഇത് ആ എന്ന അക്ഷരമാണോ? ആണോ? ഇത് ആ എന്നൊരു അക്ഷരത്തെ പോലെ തോന്നും, പക്ഷെ ഇതിനൊരു വ്യത്യാസമുണ്ട്. ഇതാ കണ്ടോ, മുമ്പോട്ടൊരു വാലുണ്ട് അല്ലേ? അപ്പൊ ഇത് വായിക്കുക ആ എന്നാണ്. എന്താണ്? ആ. അപ്പൊ നമ്മൾ ഇന്ന് പഠിച്ച ആ എന്ന അക്ഷരമല്ല കേട്ടോ ഇത് ആ എന്ന അക്ഷരമാണ്. അപ്പൊ നമുക്ക് ഈ അക്ഷരം എന്ത് ചെയ്യാ? ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കാട്ടോ. ഓക്കെ, അടുത്തത് ഇത് ആ എന്ന അക്ഷരമാണോ? അതെ, അതിൻ്റെ ഷേപ്പ് കണ്ടാൽ അറിയാലേ, നമ്മൾ ഇന്ന് പഠിച്ച ആ എന്ന അക്ഷരമാണ്. 1 2 3 3 ആ എന്ന അക്ഷരമുണ്ട് അല്ലേ? എത്ര അക്ഷരമുണ്ട്? 3 ആ എന്ന അക്ഷരം. ആ, ഇനി മറന്നു പോവരുത് കേട്ടോ ആരും. കണ്ടോ ആ എന്നെങ്ങനെ എഴുതുന്നത്? അതിൻ്റെ മുകളിലൂടെ എഴുതി കാണിച്ചു തരാട്ടോ. ആ കണ്ടോ, അടുത്തതായിട്ട് ഞാൻ ബോർഡിലും ഇത് എഴുതി പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ. അപ്പം അത് കണ്ടിട്ട് ശരിക്കും നിങ്ങൾ മനസ്സിലാക്കി എഴുതണം. ഇനി നമുക്ക് ആ എന്ന അക്ഷരം എങ്ങനെ എഴുതുന്നത് എന്ന് നോക്കാം. ആദ്യം റ എന്ന അക്ഷരം മുഴുവനായിട്ട് എഴുതരുത് കേട്ടോ, പകുതി എഴുതുക. എന്നിട്ട് 3 എന്ന നമ്പർ, ഏതാ 3 എന്ന നമ്പർ? ദാ ഇത്. എന്നിട്ട് മുകളിലോട്ട് പോയി താഴോട്ട് വന്ന് വീണ്ടും മുകളിലോട്ട് പോയി താഴോട്ട് വരിക. അപ്പം ഇതൊരു റ എന്ന അക്ഷരമായില്ലേ? എന്നിട്ട് ഉള്ളിലോട്ടൊരു വട്ടമിട്ടാൽ ആ എന്ന അക്ഷരമായിട്ടോ. എങ്ങനെയാണ്? റ എന്ന അക്ഷരം പകുതി എഴുതുക, 3 എന്ന നമ്പർ എഴുതുക, എന്നിട്ട് ഉള്ളിലോട്ട് പോയി താഴോട്ട് വരിക, വീണ്ടും മുകളിലോട്ട് പോയി റ എഴുതുക, എന്നിട്ട് ഉള്ളിലോട്ടൊരു വട്ടിട്ടാൽ ആ എന്ന അക്ഷരമായിട്ടോ. എങ്ങനെയാണ്? റ എന്ന അക്ഷരം പകുതി എഴുതുക, എന്നിട്ട് 3 എഴുതുക, എന്നിട്ട് ഉള്ളിലോട്ട് പോയി താഴോട്ട് വന്ന് വീണ്ടും മുകളിലോട്ട് പോയി റ എന്ന അക്ഷരം എഴുതുക, എന്നിട്ട് ഉള്ളിലോട്ടൊരു വട്ടമിട്ടാൽ ആ എന്ന അക്ഷരമായി. കുറച്ചും കൂടി ആ എന്ന അക്ഷരം എഴുതി നോക്കാം. നോക്കിക്കേ, റ പകുതി എഴുതുക, 3 എഴുതുക, ഉള്ളിലോട്ട് പോയി താഴോട്ട് വരിക, വീണ്ടും മുകളിലോട്ട് പോയി താഴോട്ട് വരിക, എന്നിട്ട് ഉള്ളിലോട്ടൊരു വട്ടമിടുക കേട്ടോ. റ എന്ന അക്ഷരം പകുതി എഴുതുക, എന്നിട്ട് 3 എഴുതുക, ഉള്ളിലോട്ട് പോയി താഴോട്ട് വരിക, വീണ്ടും മുകളിലോട്ട് പോയി റ എഴുതുക, എന്നിട്ട് ഉള്ളിലോട്ടൊരു വട്ടമിടുക. എങ്ങനെയാണ്? റ എന്ന അക്ഷരം പകുതി എഴുതുക, എന്നിട്ട് 3 എഴുതുക, ഉള്ളിലോട്ട് പോയി താഴോട്ട് വരിക, വീണ്ടും മുകളിലോട്ട് പോയി റ എഴുതുക, എന്നിട്ട് ഉള്ളിലോട്ടൊരു വട്ടമിടുക. എങ്ങനെയാണ്? റ എന്ന അക്ഷരം പകുതി എഴുതുക, 3 എഴുതുക, ഉള്ളിലോട്ട് പോയി താഴോട്ട് വരിക, വീണ്ടും മുകളിലോട്ട് പോവുക. അപ്പോൾ റ എന്ന അക്ഷരമായില്ലേ? ഇപ്പോൾ കണ്ടോ, ഇത് റ എന്ന അക്ഷരം. എന്നിട്ട് ഉള്ളിലോട്ടൊരു വട്ടമിട്ടാൽ ആ എന്ന അക്ഷരമായി. കണ്ടോ, ഉള്ളിലോട്ട് പോയി താഴോട്ട് വന്ന് വീണ്ടും മുകളിലോട്ട് പോയി റ എഴുതുക, ഉള്ളിലോട്ടൊരു വട്ടമിടുക. റ എന്ന അക്ഷരം പകുതി എഴുതി, 3 എന്ന നമ്പർ എഴുതി, താഴോട്ട് വന്ന് വീണ്ടും മുകളിലോട്ട് പോയി ഉള്ളിലോട്ടൊരു വട്ടമിട്ടാൽ ആ എന്ന അക്ഷരമായി. അപ്പം ആ എന്ന അക്ഷരം എല്ലാവരും പഠിച്ചില്ലേ? ഇനി നമുക്ക് ഇന്ന് പഠിച്ച എല്ലാ വാക്കുകളും ഒന്ന് എഴുതി നോക്കിയാലോ? ഇതാരാണ്? ഇത് അണ്ണാനില്ലേ? അപ്പം നമുക്ക് ഇനി അണ്ണാൻ എന്ന് എഴുതി നോക്കാം.
ആ എന്ന അക്ഷരം ആ. ആ അണ്ണ എന്നായിട്ടോ. അണ്ണ, രണ്ട് ണ എഴുതണം. ഇനി ണ എന്ന് നീട്ടി പറയാൻ ഒരു ചിഹ്നിട്ട് കൊടുക്കണം. അണ്ണാൻ. എന്താ വായിക്ക? അണ്ണാൻ, അണ്ണാൻ. ഇനി ഇതെന്താണ്? ഇതാണ് അരി. എന്താണ്? അരി. അപ്പൊ അരി എന്നെങ്ങനെ എഴുതും? ആ രി, അരി. കണ്ടോ? അരി എന്നാൽ. അടുത്തത് ഇതാരാണ്? ഇതാണ് അമ്മ. ആ മ, രണ്ട് മ ഒട്ടിച്ചെഴുതണം കേട്ടോ. അമ്മ. ഇനി ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താ? ഇതാണ് അലമാര. ആ ല മാ ര, അലമാര. എന്താ വായിക്ക? അലമാര. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതെന്താ? ആ, ഇതാണ് അരണ. എന്താണ്? അരണ. ആ ര ണ. എന്താ വായിക്ക? അരണ. എന്താണ്? അരണ. ഇങ്ങോട്ട് നോക്കിക്കേ, ഇതാരാണ്? ഇത് നമ്മൾ ഇന്ന് പഠിച്ച അച്ഛൻ അല്ലേ? ആരാണ്? അച്ഛൻ. അപ്പൊ ഇനി അച്ഛൻ എന്നെങ്ങനെ എഴുതുന്നത് എന്ന് നോക്കാം. ആദ്യം ഏതക്ഷരമാണ്? ആ എന്ന അക്ഷരം അല്ലേ? എല്ലാത്തിനും ആ എന്ന അക്ഷരം ആദ്യം എഴുതണം. ഛ. എന്താണ്? ഛ, അച്ഛ. ഇപ്പൊ എന്താ വായിക്ക? അച്ഛൻ. എന്താണ്? അച്ഛൻ. ഇനി നമ്മൾ ഇന്ന് പഠിച്ച ഒരു വാക്കും കൂടി ഇതിൽ എഴുതാനുണ്ട്. അറിയോ ഏതാണെന്ന്? ഒന്ന് ഓർത്ത് നോക്കിക്കേ. ഏതാണ്? ആ, അപ്പം. അപ്പൊ അപ്പത്തിന്റെ ചിത്രം എൻ്റെ കയ്യിലില്ല കേട്ടോ, കാണിച്ചു തരാൻ. അതെൻ്റെ മക്കളെല്ലാം കൂടി കടിച്ച് പറിച്ച് തിന്നു. അപ്പോൾ ആദ്യം ഏതാണ്? ആ. ഇനി പ എന്ന അക്ഷരാണ് എഴുതേണ്ടത്. രണ്ട് പ എഴുതണം. അം, അം എന്ന ചിഹ്നം. അപ്പൊ എന്താ വായിക്ക? അപ്പം. എന്താണ്? അപ്പം. അപ്പൊ ഇന്ന് നമ്മൾ ഒരുപാട് വാക്കുകൾ ആ എന്ന അക്ഷരം വെച്ചിട്ട് പഠിച്ചു. അണ്ണാൻ, അരി, അമ്മ, അലമാര, അരണ, അച്ഛൻ, അപ്പം. ഒന്നും കൂടി എൻ്റെ കൂടെ പറഞ്ഞേ. അണ്ണാൻ, അരി, അമ്മ, അലമാര, അരണ, അച്ഛൻ, അപ്പം. കണ്ടോ? അപ്പൊ ഇതൊക്കെ നമ്മൾ ഇന്ന് പഠിച്ച വാക്കുകളാണ്. അപ്പൊ ഇത് ഞാനും മറന്നു പോകരുത് കേട്ടോ. ഏതാണ് ഈ ആദ്യത്തെ അക്ഷരം? ആ എന്ന അക്ഷരം. ഏതാണ്? ആ എന്ന അക്ഷരം. ഇനി പുതിയൊരു അക്ഷരവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. അതുവരെ ടാറ്റാ.